ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ വിഷയത്തിൽ US വളരെയധികം ആശങ്കാകുലരാണ്. US ഇപ്പോൾ ആ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. വളരെ രഹസ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് തന്നെയാണ് ആ റിപ്പോർട്ട് പറയുന്നത്. 1993 രഹസ്യ വിവരങ്ങൾ അടങ്ങിയ CIA രേഖകൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇപ്പോൾ ഇസ്ലാമാബാദ് ഇന്ത്യയുമായി, അതായത് ന്യൂഡൽഹിയുമായി ഒരു യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമാബാദിന്റെ സർവനാശമായിരിക്കും എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇപ്പോൾ വളരെയധികം ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 26 സാധാരണക്കാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനുള്ള ന്യൂഡൽഹിയുടെ നീക്കത്തിലാണ് ലോകരാജ്യങ്ങളുടെ കണ്ണുകൾ എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇസ്ലാമാബാദ് നയിക്കുന്ന സംഘടനകളെ നിർദ്ദേശപ്രകാരം അതിർത്തി കടന്നുള്ള ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുന്നു ഉറപ്പാക്കാൻ പാകിസ്ഥാനെതിരായ ലഭ്യമായ എല്ലാ മാർഗങ്ങളും തെളിവുകളും ഉപയോഗിക്കുമെന്ന് ഇന്ത്യ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പഹൽഗാം ആക്രമണത്തിന് പ്രതികാരം ചെയ്യാനുള്ള ഇന്ത്യയുടെ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കുന്നതിനിടയിൽ ഒരു 1993 CIA രേഖകൾ, രഹസ്യരേഖകൾ നീക്കം ചെയ്തതായി അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ പാകിസ്ഥാൻ ഒരു ദുരന്തം സംഭവിക്കും എന്നുള്ള CIA രേഖകൾ പ്രവചിച്ച രേഖകളാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. രഹസ്യരേഖകൾ നീക്കം ചെയ്ത രേഖകൾ പ്രകാരം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പാകിസ്ഥാൻ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചില്ലെങ്കിലും മുഴുവൻ രാജ്യത്തെയും നശിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇന്ത്യ പാക് സൈനിക ശക്തി കണക്കിലെടുത്ത് 1993 രേഖകൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത 20% മാത്രമാണെന്ന് കൂടുതൽ എടുത്തു കാണിച്ചു. ഇപ്പോൾ ഈ സമയത്ത് US ആ രേഖ നീക്കം ചെയ്ത് അത് പുറത്തുവിടണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യ അതിലും കൂടുതൽ ശക്തമായതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അതിശയകരമായിട്ടുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ കാര്യങ്ങൾ ഗണ്യമായി മാറുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാന് US. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിലല്ല എന്നും US കൃത്യമായി ആ രേഖയിൽ പറയുന്നുണ്ട്. 1993 നാഷണൽ ഇന്റലിജൻസ് എസ്റ്റിമേറ്റ് ഇന്ത്യ പാകിസ്ഥാൻ 1990കളിലെ യുദ്ധത്തിനുള്ള സാധ്യതകൾ വെച്ചുള്ള ആ റിപ്പോർട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നാഷണൽ സെക്യൂരിറ്റി ആർക്കൈവ്സിന്റെ അപ്പീലിനെ തുടർന്ന് തരംതിരിച്ച് ഇന്ത്യക്ക് യുദ്ധം ആരംഭിക്കാൻ തന്ത്രപരമായ ഒരു പ്രോത്സാഹനവുമില്ലെന്ന് അന്ന് ഇത് നിഗമനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആ റിപ്പോർട്ട് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയാണ്. 93 വിലയിരുത്തൽ ഒരു ആണവ യുദ്ധത്തിന്റെ സാധ്യത കണക്കിലെടുക്കുകയും പാകിസ്ഥാനി ആയുധത്തെ ഇന്ത്യക്കെതിരായ ഒരു പ്രതിരോധമായും ഇൻഷുറൻസായും കാണുകയും ചെയ്തുവെന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് 93 പാകിസ്ഥാന്റെ കയ്യിൽ ആണവ ആയുധമുള്ളത് കൊണ്ട് തന്നെ അതൊരു പാകിസ്ഥാൻ ഒരു പ്രതിരോധമാണ്. കാരണം ഇന്ത്യ ഭയക്കും. ആണവായുധമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ തൊട്ടാൽ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ള ഭയം ഇന്ത്യക്ക് ആ സമയത്തുണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്ത് ഇന്ത്യക്ക് അത് ലവലേശമില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള സൈനിക പുരോഗതി പാകിസ്ഥാന്റെ മത്സരശേഷിയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ കഴിവിനെ വല്ലാതെ തരം താഴ്ത്തിയിരിക്കുന്നു. ഇന്ത്യ അത്ര ഗംഭീരമായിട്ടാണ് ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. ലോകത്ത് തന്നെ സൈനിക ശക്തിയിൽ ഏറ്റവും വലിയ ശക്തിയായി ഇന്ത്യ പടർന്ന് പന്തലിച്ചിരിക്കുന്നത് പാകിസ്ഥാന് വിനാശകരമായി ഭവിക്കുമെന്നും ആ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് ഈ റിപ്പോർട്ടും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.